നമസ്കാരം. ഒരു സിനിമ ടൈറ്റിൽ ഓർമ്മ വരുന്നത് ആൻ മരിയ കലിപ്പിലാണ്. നമ്മുടെ മന്ത്രി പി രാജീവും അതിനേക്കാൾ കലിപ്പിലാണ്. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഇന്നലത്തെ വാർത്തയാണ്. ഡിസംബർ 5 വ്യവസായ വകുപ്പ് ഫെബ്രുവരിയിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് മുന്നോടിയായി മന്ത്രി പി രാജീവ് മുംബൈയിലെ കോൺസൽ ജനറൽമാരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നലെ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നതാണ്. ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം പരിപാടി തുടങ്ങി. ഇപ്പൊ ജനുവരിയിൽ നടക്കുന്ന വിഴിഞ്ഞം എന്താണ് കോൺക്ലേവ്, വിഴിഞ്ഞം പോലെ തന്നെ കോൺക്ലേവും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന കോൺക്ലേവുകളാണ്. ഈ കോൺക്ലേവിനെ സംബന്ധിച്ച് ആരാണ് ഇതുപോലുള്ള കൂടിക്കാഴ്ചകൾ നടത്തുക? അവസാനം ആരും ഇവിടെ വന്നില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരിക്ക് വേണ്ടി ഇത്രയോ മുന്നൊരുക്കങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. കൊച്ചിയിൽ ഒരു പരിപാടി ഇത് നടന്നിട്ടുണ്ട്. അതിനു മുമ്പ് 2 പരിപാടികൾ നടത്തി. വിഴിഞ്ഞത്തിന് മുന്നോടിയായി ഒരു പരിപാടി പോലും നടത്താതെ വരുമ്പോഴാണ് ഇന്നലെ സെയിലിംഗ് കമന്ററി പറഞ്ഞ അഥവാ വിഴിഞ്ഞം പദ്ധതി നടക്കുന്നുണ്ടെങ്കിൽ അത് വികൃതമായി നടപ്പാക്കണം. കയ്യും കാലും മൂക്കും ചെവിയും എല്ലാം വെട്ടി ഒരു വികൃത കുഞ്ഞായിട്ട് വേണം വിഴിഞ്ഞത്തെ അനുവദിക്കുവാൻ. അങ്ങനെയാണ് വിഴിഞ്ഞം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വിഴിഞ്ഞത്തെ വേറെയും പല വിധത്തിലും തകർത്തു എന്നുള്ളതാണ്. ആ പേര് നൽകുന്നതിൽ പോലും ട്രിവാൻഡ്രം പോർട്ട് എന്ന് നൽകണമെന്ന് വളരെ വ്യാപകമായ ശക്തമായ ഡിമാൻഡ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് അതിനെ തിരസ്കരിച്ചതും ഇതേ സ്കൂള് തന്നെയാണ് എന്ന് ക്രമേണ വ്യക്തമാകും. ഞങ്ങൾക്ക് ബോധ്യമാണ്, ഇനിയും അത് വ്യക്തമാകും. അവരുടെ കരുനീക്കങ്ങളാണ്. തലസ്ഥാനത്തിരുന്നു കൊണ്ട് തലസ്ഥാനത്തിനെതിരെ നടത്തുന്ന കരുനീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു കോഡ് തിരഞ്ഞെടുക്കുന്നതിൽ പോലും TRV TVM ഒന്നും വരാൻ പാടില്ല എന്ന് വാശി പിടിച്ച് നിർബന്ധം പിടിച്ച് NYY എന്നുള്ള കോഡിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ തലസ്ഥാനത്തെ തകർക്കുക എന്നുള്ള ഒരു സംഘം, ഗൂഢസംഘം സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ കഥ പറയാനാണ് ഈ മുന്നൊരുക്കം നടത്തിയത്. എന്താണെന്നറിയാമോ? ഏറ്റവും ഒടുവിലത്തെ അങ്ങനെ വിഴിഞ്ഞം തുറമുഖം ആഗോള തലത്തിലേക്ക് ഉയരുന്നു. വിഴിഞ്ഞം തുറമുഖം ആഗോള തലത്തിലേക്ക് ഉയരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തിരുവനന്തപുരം കേവലം ഒരു ടെർമിനലായി മാറിയിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കീഴിൽ വരുന്ന ഒരു ടെർമിനൽ മാത്രമാണ് ട്രിവാൻഡ്രം. അങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു നഗരത്തെ, ഒരു തലസ്ഥാനത്തെ താഴ്ത്തിക്കെട്ടാൻ പറ്റുമെന്നുള്ളതിന്റെ ഒന്നാം തരം ഉദാഹരണമായി ട്രിവാൻഡ്രം ടെർമിനൽ. തലസ്ഥാനവാസികൾ എന്ന് പറഞ്ഞ് നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യവുമുണ്ട്? നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പ്രതികരിക്കുക. ഇതാണ് ഭരണകൂടം നമ്മളോട്, പൊതുജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന, തലസ്ഥാനവാസികളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം. തലസ്ഥാനത്തിനേക്കാൾ വലുതാണ് വിഴിഞ്ഞം. ജില്ലയേക്കാൾ വലുതായി മാറുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിന്റെ കീഴിൽ കയ്യും കാലും വെട്ടിയരിയുന്ന തിരുവനന്തപുരം ജില്ല, ട്രിവാൻഡ്രം ടെർമിനൽ. ഇങ്ങനെയാണ് സർക്കാരിന്റെ സമീപനം. ദയവേത് നിങ്ങൾ സർക്കാരിനെ ആക്രോശിക്കരുത്, ആക്രമിക്കരുത് എന്നൊന്നും പറയരുത്. ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ തലയിലേക്ക് തീ കോരിയിട്ട് തരുമ്പോൾ ഇതല്ലാതെ പ്രതികരിക്കുവാൻ വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല. ഓരോ മെയിൻ സ്ട്രീം ചാനലും മീഡിയയും ഇത് ഏറ്റെടുക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഗൗരവത്തോടെ, ഇത്രയും ശക്തമായി സെയിലിംഗ് കമന്ററി ഈ വിഷയം അവതരിപ്പിക്കുന്നത്. തലസ്ഥാനത്തെ തകർക്കുന്നവർ, തലസ്ഥാനത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തുന്നവർ എങ്ങനെയാണ് മറ്റ് നഗരങ്ങൾ, മറ്റ് പോർട്ടുകൾ അവരുടെ പേരുകൾ നൽകിയിരിക്കുന്നതും അവരുടെ നഗരങ്ങളെ എങ്ങനെ വളർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതും. കൊളംബോ പോർട്ട് ഒന്ന് നോക്കുക. കൊളംബോ പോർട്ടിന്റെ പേര് കൊളംബോ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ എന്നാണ്. കൊളംബോ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ. അതിനകത്ത് പാരന്റ് പോർട്ട് എന്ന് പറഞ്ഞ് അവർ കൊടുത്തിരിക്കുന്നത് കൊളംബോയാണ്. പാരന്റ് പോർട്ട് കൊളംബോയും അതിനകത്ത് കൊളംബോ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലും. ഒരു നഗരത്തെയും ഒരു ജനതയെയും എങ്ങനെ സ്നേഹിക്കണമെന്ന് തൊട്ടടുത്ത നമ്മുടെ ശ്രീലങ്ക കാണിച്ചു തരുന്നുണ്ട്. ശ്രീലങ്ക ബ്രാക്കറ്റിലാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ബ്രാക്കറ്റിൽ വരണം. തിരുവനന്തപുരം എന്ന് പറയുന്ന പ്രദേശം ക്യാപിറ്റൽ
പോർട്ടിന്റെ പേര് വരികയും ഇന്ത്യ ബ്രാക്കറ്റിൽ വരികയും ചെയ്യുന്ന തരത്തിലാണ് മറ്റ് ലോകരാജ്യങ്ങൾ അതാത് പോർട്ടുകൾക്ക് പേര് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ പോർട്ടിനെ വെട്ടിയരിഞ്ഞ് വിടുമ്പോൾ ഞങ്ങൾ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. സർക്കാരുകളുടെ ഒരു കാരുണ്യത്തിലുമല്ല ഈ പദ്ധതി വന്നിട്ടുള്ളതെന്ന് 101% ഉറപ്പാണ്. കാരണം കൊച്ചിക്ക് വടക്കുമതി വികസനം എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാട്ടിലാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ, സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ കപ്പലെടുത്ത തുറമുഖമായി വിഴിഞ്ഞം മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സർക്കാരിന്റെ ഒന്നും ഔദാര്യം ആവശ്യമില്ല. ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുമെന്നുള്ളതാണ്. ഒരു ശക്തിക്കും അത് തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് തുറമുഖം ഇന്ന് പ്രവർത്തിക്കുന്നതും 75ഓളം കപ്പലുകൾ വന്നു കഴിഞ്ഞതും. അതുപോലെ ഇത്രയും നാളുടെ പ്രവർത്തനത്തിനൊടുവിലാണ് തിരുവനന്തപുരം നോർത്തും തിരുവനന്തപുരം സൗത്തുമായിട്ട് കൊച്ചുവേളിയും നിയമവും മാറിയതെങ്കിലും കണ്ടുപഠിച്ചുകൊണ്ട് പേര് നൽകുമ്പോൾ തലസ്ഥാനത്തിന്റെ പേര് നൽകണമായിരുന്നു. ക്രമേണ നൽകിക്കോളും, യാതൊരു സംശയവുമില്ല. അതിനുള്ള പ്രവർത്തനങ്ങൾ ശ്രീ അക്ഷയുടെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പയിനായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. സെയിലിംഗ് കമ്മിറ്റി അതിന്റെ പിന്തുണ നൽകുന്നുണ്ട്. അങ്ങനെ അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആഗോളതലത്തിൽ വിഴിഞ്ഞം പദ്ധതിക്ക് മറ്റൊരു പേര് കൂടി ഉണ്ടെന്ന് ആഗോള രംഗത്തെ പ്രൊഫഷണൽ ലിറ്ററേച്ചറുകൾ എഴുതി തുടങ്ങി. ആൽഫ ലൈനർ അറിയാമോ? ആൽഫ ലൈനർ എന്ന് പറയുന്നത് ഷിപ്പിംഗ് മേഖലയിലെ ആധികാരികമായ ഒരു ജേണലാണ്. അവരുപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? ഇന്ത്യസ് ന്യൂ പോർട്ട് ഓഫ് വിഴിഞ്ഞം, ഓൾസോ നോൺ as തിരുവനന്തപുരം പോർട്ട്. അടിയറ സിമ്പൽ. ഇതാണ് ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ, നേടിയെടുക്കണമെന്ന് തീരുമാനിച്ചാൽ ഈ തലത്തിൽ ഞങ്ങൾ കൊണ്ടെത്തിക്കും. ഞങ്ങൾക്കൊരു സർക്കാരിന്റെയും ഔദാര്യം ആവശ്യമില്ല. സർക്കാർ ഞങ്ങൾ വരച്ച വരയിലോട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് 30-ാം വർഷത്തിൽ 33-ാം വർഷത്തിൽ ഈ പോർട്ടിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇപ്പോ തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് പേര് നിങ്ങൾ ഇട്ടോളൂ. നിങ്ങൾക്ക് NYY-യും VZM-ഉം ഒക്കെ ആയിട്ട് VJZ വേണ്ടത്. ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ ഒരു കപ്പൽ അങ്ങ് വിശാഖപട്ടണത്തോട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഈ നഗരത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചോളൂ. ഞങ്ങൾ തിരിച്ച നഗരത്തെ വിമോചിപ്പിച്ചിരിക്കും. നിങ്ങളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഞങ്ങൾ ഈ നഗരത്തെ വിമോചിപ്പിച്ചിരിക്കും. അങ്ങനെ ആൽഫ ലൈനർ എന്ന് പറയുന്നത് അറിയാമോ? പ്രൊഫഷണൽ മേഖലയിൽ, ആധികാരികമായ കപ്പൽ മേഖലയിൽ, ഈ ചരക്കു മേഖലയിൽ, കണ്ടെയ്നർ മേഖലയിൽ, എല്ലാത്തരം കപ്പലുകളുടെ മേഖലയിലും ആധികാരികമായ ശബ്ദമാണ് ആൽഫ ലൈനർ. വി സെർവ് അവർ 18,000 പീപ്പിൾ. 18,000 പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നല്ല മുട്ടായി പോലത്തെ പ്രൊഫഷണൽസ്. ഈ മേഖല എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് പോകണം, ചലനം എന്താവണം, ഏത് കപ്പലാവണം, ഏത് ഫ്യൂവലാവണം എന്നൊക്കെ തീരുമാനിക്കുന്ന 18,000 പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആളുകൾ, ഞാൻ അവരുടെ ലിസ്റ്റിലില്ല, പക്ഷെ ഞാനിത് വായിച്ചു, ഞാൻ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വായിക്കുന്ന ആൽഫ ലൈനർ, വി സെർവ് അവർ 18,000 പീപ്പിൾ ഇൻ ദ മാരിടൈം ആൻഡ് കമ്മോഡിറ്റി ട്രേഡിംഗ് ഇൻഡസ്ട്രീസ്. അവരാണ് തിരുവനന്തപുരം പോർട്ട് എന്ന് പറഞ്ഞൊരു പേരുകൂടി ഈ പോർട്ടിനുണ്ടെന്ന് എഴുതിയത്. We understand shipping, commodity flows and market complexities. ഞങ്ങൾക്കിതറിയാം. ലോകത്തിലെ കപ്പൽ ഗതാഗതവും ചരക്ക് മൂവ്മെന്റും സപ്ലൈ ചെയിനും ഒക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ലോകത്തിന് മുഴുവൻ ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. വി ലുക്ക് ആഫ്റ്റർ അവർ ഡാറ്റ വിത്ത് ദ ഗ്രേറ്റസ്റ്റ് അറ്റൻഷൻ. മനസ്സിലായല്ലോ? അവരുടെ ഡാറ്റ അവർ വളരെ ഗ്രേറ്റസ്റ്റ് അറ്റൻഷനിൽ കൊണ്ടുവരുന്നതുകൊണ്ടാണ് അവർ ലെൻസ് വെച്ച് ചകഞ്ഞ് പരിശോധിച്ചപ്പോൾ തിരുവനന്തപുരം പോർട്ട് എന്ന് പറയുന്ന ഒരു പേര് കൂടി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. വി ലുക്ക് ആഫ്റ്റർ അവർ ഡാറ്റ വിത്ത് ദ ഗ്രേറ്റസ്റ്റ് അറ്റൻഷൻ, പെർമനന്റ്ലി എക്സ്പാൻഡിങ് ആൻഡ് എൻറിച്ചിങ് ഇറ്റ് ബിക്കോസ് വി നോ ക്വാളിറ്റി ഡാറ്റ ഈസ് വാല്യുബിൾ ടു എൻഹാൻസ് യുവർ ബിസിനസ്. ക്വാളിറ്റി ഡാറ്റയിൽ വരുന്നതാണ് തിരുവനന്തപുരം പോർട്ട്, ട്രിവാൻഡ്രം പോർട്ട് ക്വാളിറ്റി ഡാറ്റയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് അവർ ആ പേര് എഴുതി ചേർത്തത്. അങ്ങനെ കഴിഞ്ഞ 24 വർഷമായി ഇന്നൊവേഷൻ 8 ഓഫീസുകൾ, 8 ഓഫീസേഴ്സ് വേൾഡ് വൈഡ്, 220 ഡെഡിക്കേറ്റഡ് പീപ്പിൾ. അവരുടെ എല്ലാം ഗവേഷണത്തിന്റെ റഡാറിൽ ട്രിവാൻഡ്രം എന്ന് പറയുന്ന തലസ്ഥാനം വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരെടുത്തെഴുതിയത് ഓൾസോ നോൺ ആസ് തിരുവനന്തപുരം പോർട്ട്. ഞങ്ങൾ ഈ യജ്ഞം മുന്നോട്ട് കൊണ്ടുപോയിരിക്കും. ഈ പേര്, തുറമുഖത്തിന് ക്യാപിറ്റലിന്റെ പേര്, തിരുവനന്തപുരത്തിന്റെ പേര്, ട്രിവാൻഡ്രത്തിന്റെ പേര് ഞങ്ങൾ എഴുതി ചേർത്തിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണല്ലോ നമ്മൾ നമ്മുടെ തുറമുഖത്തിന്റെ ക്ഷീണം, നമ്മുടെ വാർഫിന്റെ നീളക്കുറവ് തുടങ്ങിയ പരിമിതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇത് ഞങ്ങൾ ദീർഘനാളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു രേഖ
ഹരീഷ് PR നായർ അയച്ചു തന്നു. അദ്ദേഹം 2022 എഴുതിയ ഒരു ചെറിയ കുറിപ്പ്. കേരളത്തിലെ 2 താലൂക്കുകളുടെ വലിപ്പമുള്ള രാജ്യമായ സിംഗപ്പൂരിൽ നിർമ്മിക്കുന്ന നാലാമത്തെ തുറമുഖമാണിത്. ഏതാണ്? നമ്മുടെ തുവാസ്. 300ഓളം ഹെക്ടർ കടൽ നികത്തിയും 1000 ഹെക്ടർ കര ഏറ്റെടുത്തുമാണ് നിർമ്മിക്കുന്നത്. 66 ബർത്തിൽ കൂടി പ്രതീക്ഷിക്കുന്ന കയറ്റിറക്കുമതി 65 മില്യൺ ടൺ ചരക്കുകൾ. വിഴിഞ്ഞം ഇതിലും മികച്ചതായി നിർമ്മിക്കാനുള്ള അവസരമുണ്ട്. കേട്ടല്ലോ, വിഴിഞ്ഞം ഇതിലും എന്ന് പറഞ്ഞാൽ 66 ബർത്തിൽ കൂടുതൽ ബർത്തുകളോടെ നിർമ്മിക്കാൻ ഇനിയും അവസരമുണ്ട്. അവസാനം ഒരു വരിയുണ്ട്, എന്നാൽ മുതലെടുപ്പുകാർ ചില്ലറ കിട്ടാതെ സമ്മതിക്കില്ല. കേട്ടല്ലോ, അവസാനത്തെ വരി പ്രത്യേകം കേട്ടല്ലോ. 2022 ഡിസംബർ 5-ാം തീയതി. ഇതുപോലെ ഇന്നലെ ഒരു വർഷം പൂർത്തിയായ 2 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ഹരീഷ് PR നായർ എഴുതിയ കുറിപ്പാണ്. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവർ അവരുടെ വികാരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും അതിനെയെല്ലാം തിരസ്കരിച്ച് തലസ്ഥാനത്തെ ട്രിവാൻഡ്രത്തെ കേവലം ഒരു ടെർമിനലിന്റെ തലത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ഈ ധിക്കാരത്തെ ജനങ്ങൾ ചോദ്യം ചെയ്തിരിക്കും. അതിന്റെ പ്രതാപം തിരിച്ചു പിടിച്ചിരിക്കും. സൈനിങ് ഓഫ് എലിയാസ് ജോൺ.